എല്ലാവർക്കും എന്താന്ന് വെച്ചാൽ കൊടുക്ക്. കള്ളോ കപ്പയോ കരിമീനോ കൊഞ്ചോ എല്ലാം പോരട്ടെ. എല്ലാം എന്റെ ചെലവ്. എല്ലാരും അടിച്ചു കയറി വാ. നീ കട്ടപ്പുറം ശശിയെ തല്ലി നിന്നെ കാണിച്ചു തരാമടാ. ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? വിൽ ഹി ഗീവ് അപ്പ്? എനിക്ക് പറ്റൂല, ഇങ്ങനെയുള്ള ആൾക്കാരോട് നിൽക്കാറുണ്ട്. എനിക്ക് പറ്റൂല. ചേച്ചി ഇപ്പൊ എന്താ പറഞ്ഞത്? ഇന്ദു ചേച്ചിക്ക് ആരാണ് സഖാവ് എം മുകേഷ് എന്ന് അറിയില്ലെന്ന് തോന്നുന്നു. സഖാവ് എം മുകേഷിന് ഒരു ചരിത്രമുണ്ട്. സഖാവ് എം മുകേഷിന്റെ പിതാവ് സഖാവ് എം മുകേഷ് എല്ലാവർക്കും അറിയാം. ഒത്തില്ല, എന്താണ് ഒത്തില്ല? ആ മൂപ്പര് ഒപ്പിക്കാൻ നടക്കുക. എനിക്ക് തൃശ്ശൂര് വേണം. നിങ്ങളെനിക്ക് ഈ തൃശ്ശൂര് തരണം. തൃശ്ശൂര് ഞാനിങ്ങ് എടുക്കുക. അല്ല, ബസ്സിന് കുറുകെയല്ല കാർ കിടക്കുന്നത്. അത് സിഗ്നലാണ്. സിഗ്നലിൽ ആ ബസ്സിന് മുന്നിലേക്ക് വാഹനം പാർക്ക് ചെയ്യുകയും ഞങ്ങൾ ഇറങ്ങിയതിനു ശേഷം വാഹനം മാറ്റിയിടുകയുമാണ് ചെയ്തത്. ഇങ്ങനത്തെ എന്തൊക്കെയോ ഹോബികളാണ്. എന്റെ പേര് പെണ്ണ്, എനിക്ക് വയസ്സ് 8. സൂചി കുത്താനിടമില്ലാത്ത ബസ്സിനുള്ളിൽ അന്ന് എന്റെ പൊക്കിൽ തപ്പി വന്നവന്റെ പ്രായം 40. പോക്സോ കേസിൽ യൂട്യൂബർ വിജെ മച്ചാൻ എന്ന ഗോവിന്ദ് വിജയ് അറസ്റ്റിലായി. 16-കാരിയുടെ പരാതിയിലാണ് ഈ അറസ്റ്റ് നടന്നിരിക്കുന്നത്. ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ട് നടന്ന് ജീവിക്കാൻ ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അയ്യോ, എന്നിട്ട് എന്ത് പറ്റി? പക്ഷെ കുറച്ച് ആളുകളായിട്ട് എനിക്ക് എന്റെ ലൈഫിൽ മൊത്തം പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അതൊരു സോക കഥ. ലഹരി ഉപയോഗിച്ചിട്ടില്ലെന്നും ഓം പ്രകാശിന് അറിയില്ലെന്നുമാണ് പ്രയാഗ മാർട്ടിന്റെ പ്രതികരണം. ഞാൻ തുറന്നു പറയുന്ന കാര്യങ്ങൾ നെഗറ്റീവ് ആവുകയാണെന്നുണ്ടെങ്കിൽ അല്ലേ അത് നെഗറ്റീവായിട്ട് വേറെ ആൾക്കാരെ ബാധിക്കുന്നുള്ളൂ. ഞാൻ തുറന്നു പറയുന്ന കാര്യങ്ങൾ പോസിറ്റീവ് ആക്കാൻ ഞാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. പിന്നെ അതിനെ വളച്ചൊടിച്ച് നെഗറ്റീവ് ആക്കുന്ന ആൾക്കാരോട് എനിക്കൊന്നും പറയാം. നമസ്കാരം, ഞാൻ പച്ചപ്പുര പ്രശ്നകുമാർ. നമ്മൾ അരി പൊടിപ്പിക്കാനായിട്ട് ഇറങ്ങിയാണ്. അപ്പോൾ അരി പൊടിപ്പിക്കാനായിട്ട് നമ്മൾ ഒരുപാട് മില്ലുകളിൽ പോയി. അവിടെ എല്ലാം പൊടിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. നമ്മൾ വേറൊരു മില്ലെത്തിയിരിക്കുകയാണ്. ഇവിടെ പൊടിയുടെ പ്രശ്നം ഉണ്ടെന്ന് അറിയില്ല. ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. ലോകപ്രസിദ്ധനാ തനി രാവണൻ. മണി സിനിമയ്ക്കെതിരെ റിവ്യൂ പോസ്റ്റ് ഇട്ട വിദ്യാർത്ഥിയെ ഫോണിൽ വിളിച്ച് അമർഷം അറിയിച്ച നടനും സംവിധായകനുമായ ജോജു ജോർജ്. എന്താ സംഭവം? അപ്പൊ ആരെയും കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം. ആരും ഞെട്ടരുത്. ഞാൻ എല്ലാ സിനിമകളും കാണുന്നതാണ്. സിനിമകളെല്ലാം തിയേറ്ററിൽ നിന്നെ കാണിക്കരുത്. എല്ലാ സിനിമ കാണിക്കരുത്. നീ ഒന്ന് പറഞ്ഞിരിക്കുന്നു. ജസ്റ്റ് ഒന്ന് പറഞ്ഞേ. തന്റെ കാര്യം ഞാൻ ഏറ്റു. ഏറ്റു സംശയിക്കണം. ഞാൻ ഏറ്റു. ചിരുത്തെ ശിവയുടെ കങ്കുവ തനിക്ക് എന്തുവാ? My promise is December 5th when you watch Pushpa 2, I promise you that you're not going to be itta sa bhi disappointed. ഇന്റർലിയ തള്ളിപ്പൊളി ഈ പരിപാടി നിർത്തിയില്ലേ? തിയേറ്റർ കത്തും. നമ്മൾ ആക്ച്വലി പാൽത്തു ജാൻവർ we did it production. പക്ഷെ ഞാൻ ബേസിൽ കണ്ടിട്ടേ ഇല്ല, സെറ്റിൽ പോയിട്ടേ ഇല്ല. നീയല്ലേ അഭിനയിക്കുന്ന അവിടെ വന്നിട്ട് എന്തിനു കാണാൻ? എന്ത് കാണാൻ? എന്റെ പൈസ പൊക്കോണ്ടിരിക്കുന്നത് കാണാനോ? എന്തോ എങ്ങനെ 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 വയലാർ എഴുതുമോ ഇതുപോലെ? ആ ചിരി കണ്ടു, ആ കുടി കണ്ടു, കുടിച്ചിട്ടുള്ള ഇരിപ്പ് കണ്ടു. മാർക്കോക്ക് ജാമ്യം കിട്ടി. എല്ലാം നിയമത്തിന്റെ വഴിക്ക് നടക്കട്ടെ. ഇന്ത്യൻ സിനിമ അല്ല, ലോക സിനിമയിൽ ഇതാണ് കേട്ടോ വയലൻസ്. വേറൊന്നല്ല, അവര് പറഞ്ഞതുപോലെ തന്നെ പിള്ളേരുമായിട്ട് വന്നു കഴിഞ്ഞാൽ വലിയവർക്കും വയലൻസ് ചെറുതായിട്ട് പോലും സഹിക്കാൻ പറ്റാത്തവർ വരരുത്. അടിക്കടി, വെട്ടിന് വെട്ട്, കുത്തിന് കുത്ത്, തലയ്ക്ക് തല, കൈക്ക് കൈ, കാലിന് കാല. വയലൻസ് ഞാൻ വന്നപ്പോ മുതലില്ല ചെന്നായ്കൾ എന്നെ കൂട്ടം കൂടി അടിക്കാൻ നോക്കും. ഇനി ഇവിടെ ഞാൻ മതി. നമ്മൾ ഇനി കാണും. ഈ കടം വീട്ടും. അടുത്ത് കേറി വാടാ. 5, 4, 3